വിജയിപ്പിച്ച് ഞാനല്ല തിരഞ്ഞെടുപ്പെങ്കിൽ തിരഞ്ഞെടുപ്പിനാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാനല്ല ഒരു കാരണം കൂടി കണ്ടെത്തും. വേറൊരാളെയാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനവർ എന്ന് പറയുന്ന വിലയിരുത്തലും നടത്തും. രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിൽ ഭാഗമാകുന്നതിന് ആര് പോകുന്നതാണ് നല്ലത് എന്ന ചിന്തയും വേണം. ഇത് ഇത്രയും ചെയ്ത് വിജയിപ്പിച്ച് തൃശ്ശൂർ MP ആയി നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഞാനിപ്പോൾ വാഗ്ദാനം തരുന്നു, ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങില്ല. തൃശ്ശൂർക്കാർക്ക് അവരെടുത്ത നിശ്ചയത്തിന് ഒരു ഖ്യാതി നേടിത്തരും. തൃശ്ശൂർ MP ആയി ഇരുന്നു കൊണ്ട് കേരളം മുഴുവൻ ഞാൻ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് പറയുന്ന അതെൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം ഞാൻ ഇഷ്ടമാക്കി. അത് ഞങ്ങൾ മോദി വന്നപ്പോ പറഞ്ഞു കഴിഞ്ഞു. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ചെയ്യും. വമ്പിച്ച ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ ഒരു വോട്ടിന് ജയിച്ചാൽ ഇനി വരുമ്പോ ഓരോ വോട്ട് അധികത്തിൽ ജയിക്കണം. തീർച്ചയായിട്ടും ജയിക്കും. അപ്പൊ അവര് റീകൗണ്ടിങ്ങിനോട് അപ്പൊ അത് 10 വോട്ടാണ്. കളി ഭയങ്കര ഇഷ്ടം. ഡോണ്ട് വറി, ലെറ്റ് us be optimistic. ഞാൻ അങ്ങോട്ട് നിൽക്കാം, താഴെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കയറി വന്നിട്ടുണ്ടോ നിങ്ങളവിടെ ഇരുന്നോ? നിങ്ങളപ്പം കേട്ടോ. പേര് വിളിച്ചില്ല. നളിനി സരസ്വതി, രവീന്ദ്രൻ, വെങ്കടേഷ്, നാരീശക്തി, വത്സല MK. ആരും പോലും ഫോട്ടോ എടുത്ത് പോട്ടോ. ഇന്ദിര രവീന്ദ്രൻ, ഇത് കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് ആണോ? പൂർണിമ, ശോഭ വേണുഗോപാൽ, വിജയലക്ഷ്മി ചന്ദ്രശേഖരൻ, വിശാലം G കൃഷ്ണൻ, പ്രസന്ന, ഉഷാ ചന്ദ്രശേഖരൻ, വേണുഗോപാൽ, മാലിനി, ഡോക്ടർ ദിവ്യ, ശരി. ഇവിടെ നിന്നാ ഒരു ഫോട്ടോ. മണി വേണുഗോപാൽ, മണി വേണുഗോപാൽ. നമ്മളെ പേര് പറഞ്ഞില്ലല്ലോ. ഓഫീസ്